റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവസാന അഭ്യർത്ഥനയുമായി സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികളുടെ സമരം. 4/1 ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിയമനം നൽകാതെയാണ് റാങ്ക് പട്ടിക റദ്ദാക്കാൻ ഒരുങ്ങുന്നതെന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നവരുടെ പരാതി. മക്കളെ ജോലിയുടെ കാര്യം എന്തായി? അപ്പോൾ അത് സർക്കാരിനോടുള്ള ഒരു വിശ്വാസം പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കാക്കി അണിഞ്ഞ് നാടിന് കാവലാകണമെന്ന പ്രതീക്ഷ കെടാതിരിക്കാനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദീപജ്വാല തീർത്ത് ഇവർ അണിനിരക്കുന്നത്. 2019 റാങ്ക് പട്ടികയിൽപ്പെട്ടവരാണിവർ. 13,200 പേരുണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും 3,100 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. ഏപ്രിൽ മാസത്തോടെ പട്ടികയുടെ കാലാവധി തീരും. അതിനു മുൻപ് നിയമനം നടന്നില്ലെങ്കിൽ 10,000-ഓളം യുവാക്കളുടെ സ്വപ്നം അവസാനിക്കും. 100%, 80% നിയമനം നടക്കുന്ന കേരള PSCയിലെ ഒരു കാറ്റഗറിയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. എന്നാൽ നിലവിൽ ഉള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിലവിൽ നിയമനം ലഭിച്ചതാകട്ടെ 25% താഴെ മാത്രം ആൾക്കാർക്കാണ്. മാക്സിമം നമ്മളെ കൈവിടാതെ സർക്കാർ നമ്മെ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കോവിഡ് മൂലം നിയമന നടപടികൾ പ്രതിസന്ധിയിലായ കാലത്തെ പട്ടികയാണിത്. ഇത് നിലനിൽക്കെ തന്നെ 2 പരീക്ഷകൾക്ക് കൂടി അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തു. പോലീസിൽ ആൾക്ഷാമം രൂക്ഷമായിട്ടും നിയമന നടപടികൾ വേഗത്തിലാക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതോടെ ഇവരുടെ കാക്കി സ്വപ്നം എന്നേക്കുമായി പൊലിയും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.